വേട്ടക്കാരുടെ പേരുകൾ ഒഴിവാക്കി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് അനവധി ആരോപണങ്ങളാണ് സിനിമാ മേഖലയിലുള്ളവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് അമ്മ സിനിമാ സംഘടന വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ആരോപണ വിധേയരായവർ രാജിവെക്കേണ്ടത് തന്നെയാണ്. ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ വലിയ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ സധൈര്യം പ്രശ്നങ്ങൾ നേരിട്ട് സംഘടനയിൽ മാഫിയ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തി നിയമാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ശക്തിപ്പെടുത്തുന്നതിന് പകരം ഒളിച്ചോടുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ല. ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സംഘടനയിലെ 500ഓളം വരുന്ന മറ്റു കലാകാരന്മാർക്ക് താങ്ങായി കൂടെ നിൽക്കേണ്ടതിന് പകരം പ്രധാന ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചു എന്നത് മറ്റെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? കുറച്ച് ആരോപണങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് ഉചിതമാണോ? മലയാള സിനിമയ്ക്കെതിരെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വരുമ്പോൾ തന്നെ പറയട്ടെ, മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഇവിടെ സിനിമ കരുത്താർജിക്കുക തന്നെ ചെയ്യും. കൂടുതൽ പേർക്ക് ഇഷ്ടമാണ് സിനിമ. അതുകൊണ്ടാണല്ലോ സിനിമാ മേഖലയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകൾ കൂടുതൽ അറിയാനും അഭിപ്രായം പറയാനും മുന്നോട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും മേഖലകളിലും ഉണ്ടെന്നുള്ളത് വാസ്തവമല്ലേ? പക്ഷേ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ഇഷ്ടം എന്നത് തന്നെയാണല്ലോ ഇത്രയധികം വ്യാപ്തി ഈ മേഖലയിലുള്ള പ്രശ്നങ്ങൾക്ക് കൈവരുന്നത്. സിനിമ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. പുഴുക്കുത്തുകൾ എല്ലാം മാറ്റപ്പെട്ട് ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് നമ്മുടെ സിനിമ കരുത്താർജിക്കുക തന്നെ ചെയ്യും.